والذين إذا فعلوا فاحشة أو ظلموا أنفسهم فاستغفروا الله لذنوبهم. അല്ലാഹു പറയാണ്, സത്യവിശ്വാസിയുടെ അടയാളം പറയുമ്പോൾ അവനറിയാതെ തെറ്റുകൾ ചെയ്തു പോകും. ആ സമയത്ത് തെറ്റ് ചെയ്ത് ഓർമ്മ വന്നാൽ അവരല്ലാഹുവോട് പാപമോചനം ചോദിക്കുന്നവരാ. അവരാണ് യഥാർത്ഥ അടിമകൾ. അറിയുമോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരു ദിവസം സുബഹിയുടെ നിസ്കാരം കഴിഞ്ഞ് അല്ലാഹുവിന്റെ റസൂൽ പള്ളിയിൽ ഖുർആൻ പഠിപ്പിക്കുകയാ. ഒരു ചെറുപ്പക്കാരൻ ഓടി വന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ് അദ്നബ്തു ദംബന കസീറാ, ഞാൻ ധാരാളം തെറ്റ് ചെയ്തവനാ നബിയേ. ഞാനിതാ ഇന്നലെ വരെ ഈ സമയം വരെ ഞാൻ വ്യഭിചരിച്ചവനാ, കള്ളുകുടിച്ചവനാ. അങ്ങയുടെ ഖുർആന്റെ പ്രസംഗം കേട്ടിട്ട് വടിയരികിന് കൂടെ എന്റെ മാനസാന്തരമുണ്ടായി നബിയേ. ഇപ്പൊ ഈ വടിയരികിലൂടെ പോകുന്നവരാക്കി പ്രഭാഷണം കേട്ട് അകത്തോട്ട് വന്ന് ഒരു മാനസാന്തരം സംഭവിച്ചതുപോലെ ഞാൻ ഈ മദീനത്തെ പള്ളിയുടെ മുമ്പിലൂടെ നടന്നു പോകുമ്പോ അങ്ങയുടെ ഖുർആന്റെ പ്രസംഗം കേട്ട് എന്റെ ഹൃദയത്തിന് മാനസാന്തരമുണ്ടായി നബിയേ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഹബീബായ നബിയുടെ മുമ്പിൽ മുസ്ലിമായി അല്ലാഹുവിന്റെ റസൂലിന്റെ റിസാലത്തിന്റെ തിരുശരീരത്തിൽ പിടിച്ച് ഹബീബായ മുത്തിന്റെ മുമ്പിൽ മുസ്ലിമായി. എന്നിട്ട് അയാൾ അവിടെ തന്നെ സുജൂദ് ചെയ്യുകയാ. റബ്ബേ, നീ എനിക്ക് ഹിദായത്ത് തന്നല്ലോ അല്ലോ, ഞാനൊരു നരകത്തിന്റെ അടിമയായി മരിക്കുമായിരുന്നല്ലോ അല്ലോ എന്ന് പറഞ്ഞിട്ട് നന്ദിയുടെ സുന്നത്തായ സുജൂദ് ചെയ്തു. ഹബീബായ നബിയുടെ സദസ്സിൽ ഇരുന്നു അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സഹാബാ സഹാബാ, അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ജിഹാദിന് പോവുകയാ. ഈ പാതിരാ സമയത്ത് ഇവിടെ തെടിച്ചുകൂടിയ ഈ 10,000 ചെറുപ്പക്കാരോട് ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് കയറാനൊരു വാക്ക് പറയുകയാ. ഇതൊരു അസാധാരണ സംഭവമാണ്. ഹബീബായ നബി പറഞ്ഞ ജിഹാദിന് പോയിക്കൊള്ളുക. സഹാബത്ത് മുഴുവൻ തയ്യാറായി. അക്കൂട്ടത്തിൽ ഈ ചെറുപ്പക്കാരന് കൊണ്ട് സുബഹിക്ക് ശേഷം മുസ്ലിമായ ആളാ ജിഹാദിന് വേണ്ടി പോയി. അയാള് ജിഹാദിന്റെ പണപ്പറമ്പുകള് അവിശ്വാസികളോട് പോരാടിയുണ്ട്. മകന്റെ വാങ്ക് വിളിച്ചില്ല. അതിനു മുമ്പേ ചെറുപ്പക്കാരൻ ജിഹാദിന്റെ ധർമ്മസമരത്തിൽ ഷഹീദായി. സുബഹിക്ക് ശേഷം മുസ്ലിമായതാണ്. മകന്റെ വാങ്ക് വിളിച്ചിട്ടില്ല. ഒരു വക്കത്ത് നിസ്കാരം ഫർളായിട്ടില്ല. ഷഹീദായി. ആ ചെറുപ്പക്കാരന്റെ സുബഹിക്ക് ശേഷം ഖുർആൻ കേട്ടിട്ട് അല്ലാഹുവിന്റെ ജിഹാദിന് വേണ്ടി ശരീരത്തെ സമർപ്പിച്ചുകൊണ്ട് തന്റെ ചാരത്തേക്ക് കടന്നു വന്ന ആ ചെറുപ്പക്കാരന്റെ മയ്യത്ത് കബറിലടക്കവേ അല്ലാഹുവിന്റെ റസൂലാണ് കബം പൊതിഞ്ഞത്. ഹബീബായ മുത്താണ് മണ്ണിട്ടത്. ആ മണ്ണിട്ട് കണ്ട ആ ചെറുപ്പക്കാരന്റെ കബർ മൂടവേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തോ കണ്ടിട്ട് പരിഭ്രാന്തി വന്നതുപോലെ റസൂലുള്ളാഹി പുറകോട്ട് മാറി. പുറകെ നിൽക്കുന്ന സഹാബത്തിനോട് ആംഗ്യം കാണിച്ചു, പുറകോട്ട് മാറി സഹാബ, ആംഗ്യം കാണിക്കുകയാ. മാറി സഹാബ, മാറി നിൽക്ക് സഹാബ. ഖബർസ്ഥാന്റെ അടുക്കൽ നിന്ന് സഹാബത്ത് പുറകോട്ട് മാറി നിന്നു. കുറെ കഴിഞ്ഞിട്ട് റസൂലുള്ളാഹി കണ്ണും പടച്ചിട്ട് ഇങ്ങനെ താഴ്ന്നു നിന്നു. ചിന്തിക്കണേ ചെറുപ്പക്കാരാ, ചിന്തിക്കണേ ചെറുപ്പക്കാരാ. കുറെ കഴിഞ്ഞിട്ട് വീണ്ടും ഖബറിന്റെ അടുക്കലേക്ക് പോയി മണ്ണിടുകയാ. സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ്, യാ ഹബീബല്ലാഹ്, ഹബീബായ നബിയേ. ആ ചെറുപ്പക്കാരന്റെ മയ്യത്തടക്കിക്കൊണ്ടിരിക്കവേ അതേവരെ നിന്നാണ് പെട്ടെന്ന് പുറകോട്ട് മാറിയത് എന്ത് നബിയേ? ഞങ്ങളോട് മാറാ പറഞ്ഞത് എന്ത് തിരുദൂതര്? ആ സമയത്താണ് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, സഹബാ. ആ ചെറുപ്പക്കാരന്റെ മയ്യത്തടക്കിക്കൊണ്ടിരിക്കുമ്പോ സ്വർഗത്തിൽ നിന്ന് ഹൂറികളായ സുന്ദരികളെ കബറിലേക്ക് വന്ന് ആ ചെറുപ്പക്കാരന്റെ മുഖത്ത് വെച്ചിരിക്കുന്ന കഫൻ തുണി അടിച്ചു മാറ്റിയത് ആ ചെറുപ്പക്കാരന് മുത്തം എടുക്കാൻ പോവുകയാ. ഞാനത് കണ്ടു സഹാബ. സ്വർഗത്തിലെ ഹൂറികളായ സ്ത്രീകള് ആ ചെറുപ്പക്കാരന് ISA Media കബറിൽ വന്ന് മുത്തം കൊടുക്കുന്നത് കണ്ടപ്പോ നാണം കൊണ്ട് ഞാൻ പുറകോട്ട് മാറിയതാണെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. എന്റെ പ്രിയപ്പെട്ട കേരളത്തിന്റെ കശനമായ ഇസ്ലാമിന്റെ ഓജസ്സും തേജസ്സുമുള്ള എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര്, ആ ചെറുപ്പക്കാരൻ സുബഹി കഴിഞ്ഞിട്ട് മുസ്ലിം
മുസ്ലിമായതാണ് ലോഹറിന് മുമ്പേ ശരീരായി ആ മനുഷ്യന്റെ ജീവിതത്തിൽ ചെയ്ത സൽക്കർമ്മമേടാ അയാൾ ഒരു വക്കത്ത് ഫർള് നിസ്കരിച്ചിട്ടില്ല അയാൾ തഹജ്ജുദ് നിസ്കരിച്ചിട്ടില്ല അയാൾ നോമ്പ് പിടിച്ചിട്ടില്ല അയാൾ സക്കാത്ത് കൊടുത്തിട്ടില്ല അയാൾ പല പ്രാവശ്യം കൗലാലയത്തിന്റെ കില്ലയിൽ പിടിച്ചിട്ടില്ല അയാൾ ഉഹുദ് സ്വനാഭരണം വാരിക്കൊടുത്തിട്ടില്ല അയാൾ പാകരാസനത്തിൽ കണ്ണീരടങ്ങ് നിസ്കാരപ്പായിൽ കരഞ്ഞിട്ടില്ല അയാൾ ജീവിതത്തിന്റെ ഏതെങ്കിലും ജീവകാരുണ്യ പ്രവർത്തനം ചെയ്തിട്ടില്ല പക്ഷെ ആ മനുഷ്യൻ ചെയ്ത ഒരേ ഒരു സൽക്കർമ്മമേടാ വലം യസ്ജുദ് ഇല്ലാ സജദത്തൻ വാഹിദ ഹദീസിലെ കാണാ വലം യസ്ജുദ് ഇല്ലാ സജദത്തൻ വാഹിദ ഒരൊറ്റ സുജൂദല്ലാതെ രണ്ടാമതൊരു സുജൂദ് ജീവിതത്തിൽ ചെയ്തിട്ടില്ല ഒരേ ഒരു സുജൂദല്ലാതെ മുസ്ലിമായ പടച്ചറപ്പിന്റെ മുമ്പിൽ നല്ല സൂചകമായി ചെയ്ത ഒരു സുജൂദല്ലാതെ ജീവിതത്തിൽ മറ്റൊരു സൽക്കർമ്മം ചെയ്തിട്ടില്ല ഒരൊറ്റ സുജൂദ് ചെയ്തപ്പോ പള്ളിയിൽ ഹബീബായ നബിയുടെ ഖുർആന്റെ വാദം നടക്കുമ്പോ മാനസാന്തരമുണ്ടായി പാപത്തിനോട് വിട പറഞ്ഞ് അന്ധവിശ്വാസത്തോട് അശ്ലീലത്തോട് വിട പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ മുമ്പേ മരിച്ചിട്ട് ഒരൊറ്റ സ്വലാത്ത് കൊണ്ട് വെട്ട സുജൂദ് കൊണ്ട് സ്വർഗ്ഗത്തിലെ ഊറിട്ടും നിങ്ങളെ കബറിലേക്ക് കൊണ്ടുവരാ ഇസ്തിഗ്ഫാറിന് കഴിയുമെങ്കിൽ മറൈൻ ഡ്രൈവിലെ യൂറോപ്പിന്റെ തൊടിയുരങ്ങ സംസ്കാരം കടന്നു വന്നപ്പോ മലയാള പെണ്ണുങ്ങളെ പ്രകാശം പിടിച്ചിട്ട് ചുംബിക്കാൻ വരൂരെന്ന് ലോട്ടറി കച്ചവടക്കാരെ പോലെ ഭാഗ്യാന്വേഷികളെ വിളിച്ചപ്പോ പോയത് 100 കാണാ പോയത് 10,000 എന്തിനാണെന്റെ ചെറുപ്പക്കാരാ അതിനെ ന്യായീകരിക്കുന്നവരോട് ഇത് യൂറോപ്പിന്റെ സംസ്കാരമാ മലയാളത്തിന്റെ രാഷ്ട്രീയ നേതാവ് സാഹിത്യകാരനുമായ MP വീരേന്ദ്രകുമാർ ഒരിക്കൽ എഴുതിയിട്ടുണ്ട് യൂറോപ്പിലൂടെ പോകവേ സർക്കസ് കൂടാരം പോലെ 3 കൂടാരം കണ്ടു ഒരിടത്ത് $10 എല്ലാ $10 കൊടുത്താല് കാണുന്നത് ഒരു ഭാര്യയും ഭർത്താവും പരസ്യമായി കടപ്പുറയിൽ കിടക്കുന്നത് ലൈവായി ഗാലറിയിൽ നിന്ന് കാണാം നമ്മുടെ നാട്ടിൽ റഷ്യൻ സർക്കസ് വന്നിട്ട് കാണിക്കുന്നത് പോലെ $20 കൊടുത്താല് പ്രായബുദ്ധിയാകാത്ത ആണ് പെണ്ണും തമ്മിലുള്ള ലൈംഗിക ബന്ധം കണ്ടുകൊണ്ടിരിക്കുക തൊട്ടടുത്ത് മൂന്നാമത്തെ തന്നെ $30 കൊടുത്താൽ എനിക്ക് പറയാൻ ലജ്ജയുണ്ട് ജനപ്രതികൾ നിൽക്കുന്ന മൊയ്‌ൻകുട്ടി സാഹിബിനെ പോലെ ഉമർ മാസ്റ്ററിനെ പോലെ പ്രിയപ്പെട്ട അബ്ദുൽ റസാഖ് മാഷിനെ പോലെ ബാരി ഉസ്താദിനെ പോലെയുള്ള ഞാൻ സ്നേഹിക്കുന്നവരും ആദരിക്കുന്നവരും ഇരിക്കുമ്പോ പറയാനുണ്ട് നാവിനൊരൽപ്പം അഭംഗിയുണ്ടെന്നാലും കേൾക്കാൻ വേണ്ടി പറയുകയാ മലയാള കേരളമേ ലജ്ജിച്ച് തലതാഴ്ത്തുക $30 കൊടുത്താൽ നാൽക്കാലികളും മനുഷ്യനും തമ്മിലുള്ള ലൈംഗിക വീഴ്ച കാണുന്ന പരസ്യമായ സംസ്കാരം അത് കേരളത്തിലേക്ക് കൊണ്ടുവന്ന് ആണും പെണ്ണും പരസ്പരം കെട്ടിപ്പിടിച്ചു ചുംബനം കൊടുക്കുന്ന അധിനിവേശത്തിന്റെ സംസ്കാരം വരുമ്പോ അതിനെ ന്യായീകരിക്കുന്നവരോട് ചോദിക്കട്ടെ വേണ്ട ഇയാളുടെ സംസ്കാരമാണ് നമ്മുടെ പെൺമക്കൾ ഇതാണോ കാണേണ്ടത് നമ്മുടെ ഭാര്യ ഇതാണോ കാണേണ്ടത് നമ്മുടെ ഉമ്മ ഇതാണോ കാണേണ്ടത് നിനക്ക് ഉമ്മയില്ലേ നിനക്ക് പെങ്ങളില്ലേ നിനക്ക് ഭാര്യയില്ലേ അവളൊക്കെ കാണേണ്ട കേരളത്തിന്റെ സംസ്കാരം ഇതാണോ സഹോദരങ്ങളെ വേണ്ട അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് നാനാഭാഗത്തും പിശാച് നിങ്ങളെ വഴിതെറ്റിക്കാൻ വിളിക്കുമ്പോ സമയത്തിന്റെ ചെറുപ്പക്കാരാ ഒരൊറ്റ സുജൂദ് കൊണ്ട് സ്വർഗത്തിന്റെ അല്ല കബറിന്റെ ഉള്ളിലേക്ക് പള്ളിക്കാട്ടിലെ കബറിന്റെ ഉള്ളിൽ ഊരിപ്പെണ്ണിന്റെ മുറ്റം പേടിച്ച ചെറുപ്പക്കാരനെ ഓർക്കുക എന്നിട്ട് തൂബൂ ഇലല്ലാഹി തൗബത്തൻ നസൂഹാ അല്ലാഹുവിന്റെ മുമ്പിൽ തൗബ ചെയ്തിട്ട് വഖീദമാമൻ ബിൽമുഹാസബത്തില്ലതി തനാക തഖ്സീറൻ ജറാ വതസാഹുലാ സമയത്ത് സ്വന്തം പ്രൈവറ്റ് റൂമിന്റെ ഉള്ളിൽ കയറി ഇരുന്നിട്ട് മതിൽ കിടക്കുന്ന ചാട്ടവാറെടുത്ത് ശരീരത്തിലേക്ക് അയച്ചിട്ട് എടാ ഒരു കാലത്ത് നീ കല്ല് കുടിച്ചവനല്ലേ എന്ന് പറഞ്ഞ് തന്റെ മരണത്തിന്റെ സമയമാകുമ്പോ ചാട്ടവാറ് കൊണ്ട് സ്വന്തം ശരീരത്തെ അടിച്ച സയ്യിദിനാ ഉമറിനെ ഓർക്കുക റളിയല്ലാഹു തആല അൻഹു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ തെറ്റ് ചെയ്താൽ അള്ളാഹനെ ഓർക്കുക എന്നിട്ട് പറയുക അസ്തഗ്ഫിറുല്ലാഹ്